അല്ല, അത് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഒരു തീരുമാനം, അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ആ തീരുമാനത്തിലേക്ക് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞത് KPCC എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മാത്രം കാര്യം ചോദിക്കാതിരിക്കും, ബാക്കിയുള്ള ആളുകളെയും കൂടെ ചോദിക്കും. ആ സഭയിലുള്ള മറ്റ് ചില ആളുകളും ഉണ്ടല്ലോ. ഞാൻ ആളുകളുടെ പേരൊന്നും പറയാൻ ഞാൻ തയ്യാറാകത്തില്ല. അല്ല, അത് ഞാൻ പറയുന്നത് ഈ മറ്റുള്ള ആളുകളും ഇതേ ആക്ഷേപം ഉള്ള നേരിട്ടിട്ടുള്ള ആളുകളുണ്ട്. അത്തരം ആളുകൾ ആ സഭയിൽ തന്നെ ഉണ്ട്. ആ സഭയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ തുടർന്നുകൊണ്ട് പോകുന്നു എങ്കിൽ അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാം. നിങ്ങളും ഒരു മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അതേക്കുറിച്ച് അന്വേഷണം നടത്തണം, അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ടവരാണ്. അല്ല, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയല്ലേ. തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സ്പീക്കർ തന്നെ പറഞ്ഞല്ലോ. എൻ്റെ കൈവശം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്നാണല്ലോ സ്പീക്കർ പറഞ്ഞത്. ഞാൻ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ്, അല്ലാതെ ഞാൻ സ്പീക്കറെ നേരിട്ട് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകൾ കേട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. ഇല്ല, ഞാൻ ഡോക്ടറല്ല. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അന്വേഷിക്കാനുള്ള സമയമില്ല. മറ്റു കാര്യങ്ങൾ ഒക്കെ നമ്മൾ അന്വേഷിച്ച് കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് രേഖാമൂലം ഇതൊരു സ്പീക്കർക്ക് കത്തുപോലും കൊടുത്തിട്ടില്ല. സസ്പെൻഷൻ നടപടി എത്ര കാലാവധി എന്ന് അറിയില്ല. അപ്പൊ സ്വാഭാവികമായി അങ്ങനെ സ്പീക്കർ അറിയുള്ളൂ. ആ കത്ത് കൊടുക്കണ്ടേ? സസ്പെൻഷനെ സംബന്ധിച്ച് രേഖാമൂലം ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനം, ആ പാർട്ടി എടുത്ത തീരുമാനം എന്താണ് എന്നതിനെ കുറിച്ച് മാധ്യമങ്ങളിലും വന്നു. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ പറഞ്ഞു. ഒഴിഞ്ഞു നിർത്തിയാണ്. സ്പീക്കർ പത്രവാർത്തയിലൂടെ അറിഞ്ഞിരിക്കും. അങ്ങനെ കരുതാല്ലേ? പത്രങ്ങളിലൂടെ സ്വാഭാവികമല്ലേ? UDF-നകത്ത് അദ്ദേഹം MLA ആണെങ്കിൽ പോലും നിയമസഭയിൽ വരണ്ട എന്നുള്ള അഭിപ്രായമുള്ള നേതാക്കളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് എൻ്റെ ശ്രദ്ധയിലൊന്നും വന്നിട്ടില്ല. എനിക്കറിയില്ല. അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിയല്ല. നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ അങ്ങനെ പറ്റും. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. പങ്കെടുക്കാം അല്ലേ? അല്ല, ഇത് പങ്കെടുക്കാം എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുത്തു അല്ല? എന്തെങ്കിലും ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ പാർട്ടിയിലില്ല എന്ന് പറയുന്നത്, എന്തെങ്കിലും പ്രതിഷേധം രാജ്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ UDF പിന്തുണയ്ക്കുമോ? അല്ല, എവിടെ പ്രതിഷേധം? നിയമസഭയിൽ പ്രതിഷേധം വന്നാൽ അതിന് പ്രതിഷേധത്തെ ചെറുക്കേണ്ടതും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതും സ്പീക്കറുടെ ചുമതലയാണ്. നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം വന്നാൽ അത് സ്പീക്കറുടെ ചുമതലയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത്.